മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് CNN ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്വച്ഛതാ ഹി സേവാ പദ്ധതിയുടെ ഭാഗമായി വിവിധ ശുചീകരണ പരിപാടികൾ നടത്തി. ചെറുവത്തേരി കീഴേത്രിക്കോവിൽ ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. ഭാഗവത ആചാര്യൻ ഇളയിടം ശങ്കരനാരായണ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം നൽകി. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡിലെ കരുവാക്കുണ്ട് റോഡിന്റെ ഉദ്ഘാടനം നടന്നു. പുതുക്കാട് MLA KK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ചേർപ്പ് CNN ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്വച്ഛതാ ഹി സേവാ പദ്ധതിയുടെ ഭാഗമായി വിവിധ ശുചീകരണ പരിപാടികൾ നടത്തി. CNN സ്കൂളിന്റെ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിന്റെ പൊതുസ്ഥലങ്ങളിൽ, പഞ്ചായത്തിന്റെ മഹാത്മാ മൈതാനം, അതുപോലെ സ്തൂപം, പഞ്ചായത്തിന്റെ ബസ് സ്റ്റോപ്പ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ കുട്ടികളെ ഇന്നിവിടെ വൃത്തിയാക്കി. നമുക്കറിയാം, മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി എല്ലാ വിഭാഗങ്ങളെയും ചേർത്തുകൊണ്ടാണ് മാർച്ച് 30-ന് ശുചിത്വ കേരള പ്രഖ്യാപനം നടത്താനായിട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ ഒക്ടോബർ 2 മുതൽ മാർച്ച് 30 വരെ നീണ്ടു നിൽക്കുന്ന യജ്ഞത്തിൽ ഇവിടെ കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള നല്ലൊരു പങ്കാളിത്തമാണ് ഇന്നിവിടെ ഉണ്ടായിട്ടുള്ളത്. അതിന് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ പ്രത്യേക അഭിനന്ദനങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് നേരുകയാണ്. ചേർപ്പ് CNN ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിലുള്ള സ്വച്ഛതാ ഹി സേവ എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ മഹാത്മാ മൈതാനിയും കായംകുളങ്ങര ബസ് സ്റ്റോപ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശത്തിൻ്റെ ശുചീകരണം നടക്കുന്നത്. രാവിലെ 9:30 മണിക്ക് ആരംഭിച്ചതാണ്. 2 ബാച്ചായിട്ട് തിരിഞ്ഞ് 4 മണി വരെ നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണ് ഈ ശുചീകരണ യജ്ഞം. സെപ്റ്റംബർ 24-ാം തീയതി NSS ദിനമായിരുന്നു. ആ ദിനാചരണത്തോടുകൂടി ആരംഭിച്ച പ്രവർത്തനമാണ് ഒക്ടോബർ 2-ാം തീയതി ഗാന്ധി ജയന്തി വരെ നീണ്ടു നിൽക്കുന്ന വിവിധ പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആസൂത്രണം നടപ്പിലാക്കി വരുന്നുണ്ട്. ശുചീകരണവും മറ്റ് സേവാ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. നേത്ര പരിശോധന ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. NSS എല്ലാ ദിവസവും ഓരോ പരിപാടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മാലിന്യമുക്ത കേരളം പദ്ധതിയുടെ കീഴിൽ വരുന്ന ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചേർപ്പ് മഹാത്മാ മൈതാനം, തായംകുളങ്ങര ബസ് സ്റ്റോപ്പ് എന്നിവ ശുചീകരിച്ചു. 100ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ചേർപ്പ് പഞ്ചായത്ത് തല ഹെൽത്ത് ഇൻസ്പെക്ടർ സുബിത പ്ലാസ്റ്റിക് വേർതിരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ബോധവൽക്കരണം നടത്തി. ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ മാലിന്യങ്ങൾ വേർതിരിച്ചു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഹരിതകർമ്മ സേനക്കാരെ ഏൽപ്പിച്ചു. പ്രിൻസിപ്പാൾ അജോഷ് മാസ്റ്റർ, PTA പ്രസിഡന്റ് മണികണ്ഠൻ NS, പ്രിൻസിപ്പാൾ അജോഷ് മാസ്റ്റർ, PTA പ്രസിഡന്റ് മണികണ്ഠൻ, NSS പ്രോഗ്രാം കോർഡിനേറ്റർ സന്ധ്യ, ഹയർ സെക്കൻഡറി അധ്യാപിക ആതിര എന്നിവർ നേതൃത്വം നൽകി. ചെറുവത്തേരി കീഴേത്രിക്കോവിൽ ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. ഭാഗവത ആചാര്യൻ ഇളയിടം ശങ്കരനാരായണ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം നൽകി. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എന്ത് ഇരുന്ന് കേൾക്കണമെന്ന് പറയാൻ കാരണം, നിങ്ങളിങ്ങനെ നിൽക്ക് ഇപ്പം കേട്ടിട്ട് പോകണം എന്നുള്ള രീതിയിൽ നിൽക്കുന്നതുകൊണ്ടാണ്. ഇരിക്കുമ്പോഴാണ് നമുക്കത് സ്വാധീനമായിട്ട്, എവിടെയാണോ അവിടെ ഇരിക്കാമല്ലോ. എത്ര സ്ഥലമാണ് നമുക്കിവിടെ. നരസിംഹസ്വാമി നമുക്ക് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് പരമാവധി ഇരിക്കുക, കണ്ണടച്ച് ഒന്ന് ശ്രമിച്ചു നോക്കുക. നല്ലൊരു മാറ്റം നിങ്ങൾക്കുണ്ടാവും, യാതൊരു സംശയവുമില്ല. ഗോവിന്ദനാമ സങ്കീർത്തനം ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ 12ഓധ്യായ. സൂത ഉവാച നമോ ധർമായ മഹതേ നമഃ കൃഷ്ണായ വേദസേ ബ്രാഹ്മണേഭ്യോ നമസ്കൃത്യ ധർമാൻ വക്ഷ്യേ സനാതനാൻ. ഏതദ്വക്തഥിതം വിപ്രാ വിഷ്ണോശ്ചരിതമദ്ഭുതം ഭവദ്ഭ്യയദഹം ദൃഷ്ടോ നരാണാം പുരുഷോചിതം. സെപ്റ്റംബർ 22 മുതൽ ആരംഭിച്ച ആധ്യാത്മിക സത്രം ഞായറാഴ്ച അവതാര വായനയോടെ പൂർത്തിയായി. ഭജൻസിന്റെ നാമഘോഷ ലഹരി ഭജന
പ്രഹ്ലാദ ചരിതം, കഥകളി, തിരുവാതിരക്കളി, ശ്രീരാമജയം നാടകം തുടങ്ങിയ ഓരോ ദിവസവും വായനകൾക്ക് ശേഷം വേദിയിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ കൃഷ്ണദാസ് നമ്പൂതിരി, BD സുരേഷ് കുമാർ, CR ബാലകൃഷ്ണൻ, CK സുധീഷ്, NB ശ്രീജിത്ത്, CV അനിൽകുമാർ, KR നന്ദൻ എന്നിവർ നേതൃത്വം നൽകി. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡിലെ കരുവാക്കുണ്ട് റോഡിന്റെ ഉദ്ഘാടനം നടന്നു. പുതുക്കാട് MLA KK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കരുവാക്കുണ്ട് റോഡ് ഇവിടെ ഇന്ന് പണി പൂർത്തീകരിച്ചതിൻ്റെ ഔപചാരികമായ തുറന്നു കൊടുക്കലാണ് ഇന്നിവിടെ നിർവഹിക്കപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സഹകരിച്ച ഇന്ന് രാവിലെ തന്നെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന നിങ്ങളെല്ലാവരെയും പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുന്നു. ഈ ഒരു കാര്യം പറയാനുള്ളത്, ഇവിടുത്തെ ഈ കച്ചറ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം. അത് ഒരുപാട് രോഗങ്ങളും ഇത് നമ്മുടെ നാടിനൊരു നാണക്കേടാണ് ഇങ്ങനെ കിടക്കുന്നതൊക്കെ. ഇപ്പോൾ എല്ലായിടത്തും ഈ മാലിന്യമുക്ത കേരളം ഇതിൻ്റെ ഭാഗമായിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ നടക്കും. അത് വാർഡ് മെമ്പർ എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുന്ന ആളല്ലേ കേട്ടോ. അപ്പോൾ അത് ചെയ്യാതെ ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മളെല്ലാം കൂടി ചെയ്യണം. പ്രൈവറ്റ് വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ K രവീന്ദ്രൻ, ബ്ലോക്ക് മെമ്പർ NT സജീവൻ, മെമ്പർമാരായ സന്ധ്യക്കുട്ടൻ, അംബുജാക്ഷൻ, രതിദേവി, സരിത വിശ്വൻ, പ്രിയ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികൾ, ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി അംഗങ്ങൾ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 40 ലക്ഷം രൂപ ചെലവ് ചെയ്താണ് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചത്. ദേശീയ അധ്യാപക പരിഷത്തിന്റെ തൃശൂർ ജില്ലാ വനിതാ സംഗമം നടന്നു. P ശ്രീദേവി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഗീത K മേനോൻ ചടങ്ങുകൾക്ക് അധ്യക്ഷത വഹിച്ചു. വിദ്യാ അക്കാദമി ഡയറക്ടറും അഭയം ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ സെക്രട്ടറിയും സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ ലത രാജ് P വൈകാരിക ബുദ്ധിയും ജീവിത വിജയം എന്ന വിഷയത്തെക്കുറിച്ച് മുഖ്യപ്രഭാഷണം നടത്തി. NTU സംസ്ഥാന ട്രഷറർ KK ഗിരീഷ് കുമാർ രാമായണ മാസത്തോടനുബന്ധിച്ച് നടത്തിയ മത്സരങ്ങളിൽ വിജയിക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് R ജിഗി സന്ദേശം നൽകി. NTU ജില്ലാ ജനറൽ സെക്രട്ടറി MK പ്രസാദ്, PM രജനി, ജില്ലാ ജോയിന്റ് കൺവീനർ NS പ്രമീഷ, ജില്ലാ സമിതി അംഗം KG പ്രീതി എന്നിവർ സംസാരിച്ചു. വെങ്ങണിശ്ശേരി സാന്ത്വനം ബഡ് സ്കൂളിൽ മെഡിക്കൽ ക്യാമ്പും രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറി സബ് ജഡ്ജ് സരിത രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ബ്ലോക്ക് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ചടങ്ങുകൾക്ക് അധ്യക്ഷത വഹിച്ചു. CHC സൂപ്രണ്ട് ഡോക്ടർ ഫാറൂഖ് കുമാർ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി. ലീഗൽ സർവീസ് അതോറിറ്റി കമ്മിറ്റി മെമ്പർ ഡെസ്റ്റിൻ ജോ ഭിന്നശേഷി അവകാശങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ഹസീൻ അക്ബർ, ജെറി ജോസഫ്, മെമ്പർ അനിത, സ്കൂൾ HM ശോഭ എന്നിവർ സംസാരിച്ചു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡ് ആറാട്ടുപുഴ മന്ദാരം ലിഫ്റ്റ് ഇറിഗേഷൻ കനാലിന്റെ പുനരുദ്ധാരണ പ്രവൃത്തികൾ ആരംഭിച്ചു. പുതുക്കാട് MLA KK രാമചന്ദ്രൻ നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ് ചടങ്ങുകൾക്ക് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ K രവീന്ദ്രൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യക്കുട്ടൻ, ഭരണസമിതി അംഗങ്ങളായ അംബുജാക്ഷൻ, രതിദേവി, സരിത വിശ്വൻ, പ്രിയ ചന്ദ്രൻ, ബ്ലോക്ക് അംഗം NT സജീവൻ, മൈനർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സീന ബീഗം, സ്മിത EA എന്നിവർ സംസാരിച്ചു. ചേർപ്പ് സർവീസ് സഹകരണ ബാങ്ക് വാർഷിക സഹകാരി സംഗമം നടത്തി. ബാങ്ക് പ്രസിഡന്റ് CN ഗോവിന്ദൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് പ്രദീപ് വലിയങ്ങോട്ട് ചടങ്ങുകൾക്ക് അധ്യക്ഷത വഹിച്ചു. ഡയറക്ടർമാരായ AS ഉണ്ണികൃഷ്ണൻ, ഷാജി കള്ളിയത്ത്, PJ എഡിസൺ, KK രാമൻ, സണ്ണി ചാക്കോ, C അനിത, ലതാ സുരേന്ദ്രൻ, സെക്രട്ടറി MS രേഖ എന്നിവർ സംസാരിച്ചു. തളിക്കുളം ഇടശ്ശേരി ബീച്ചിൽ കടലിൽ കുളിക്കാനിറങ്ങിയ തമിഴ്നാട് സ്വദേശി മുങ്ങിമരിച്ചു. കോയമ്പത്തൂർ സ്വദേശി 26 വയസ്സുള്ള വെങ്കടേഷാണ് മരിച്ചത്. സംഘത്തിൽ 6 പേരുണ്ടായിരുന്നു. ഒരാൾ മാത്രമാണ് കടലിൽ കുളിക്കാൻ ഇറങ്ങിയത്. മറ്റ് 5 പേർ സമീപത്തെ കടയിൽ ചായ കുടിക്കുകയായിരുന്നു. നാട്ടുകാരാണ് വെങ്കടേഷ് കടലിൽ മുങ്ങിത്താഴുന്നത് കണ്ടത്. ഉടൻ തന്നെ വെള്ളത്തിൽ നിന്നും കരക്കെത്തിച്ച വാടാനപ്പള്ളി ആക്സ് പ്രവർത്തകർ ഏങ്ങണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവം ഒക്ടോബർ 3 മുതൽ 13 വരെ ആഘോഷിക്കും. വിശേഷാൽ പൂജകൾ നടക്കും. സംഗീതാർച്ചന, നൃത്തനൃത്യങ്ങൾ,
കലാമണ്ഡലം സംഗീത് ചാക്യാരുടെ ചാക്യാർ കൂത്ത്, മുരിയാട് മുരളീധരന്റെ ഓട്ടൻതുള്ളൽ, രേവതി ശ്രീനിവാസ് രാഘവൻ മുംബൈയുടെ ഭരതനാട്യം, വായ്പാട്ട്, ഭരതനാട്യം, ഭക്തിഗാന സന്ധ്യ, തിരുവാതിരക്കളികൾ, മട്ടന്നൂർ ഉദയൻ നമ്പൂതിരിയുടെ തായമ്പക എന്നിവ നടക്കും. വിദ്യാരംഭ ദിവസം എഴുത്തിനിരുത്തുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. വെങ്ങിണിശ്ശേരി തൃപ്പാക്കൽ സുബ്രഹ്മണ്യൻ മകൻ സുഗതൻ നിര്യാതനായി. 70 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7095 രൂപ, പവന് 56,760 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചെർപ്പ് CNN ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്വച്ഛതാ ഹി സേവാ പദ്ധതിയുടെ ഭാഗമായി വിവിധ ശുചീകരണ പരിപാടികൾ നടത്തി. ചെറുവത്തേരി കീഴേത്രിക്കോവിൽ ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. ഭാഗവത ആചാര്യൻ ഇളയിടം ശങ്കരനാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം നൽകി. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡിലെ കരുവാക്കുണ്ട് റോഡിന്റെ ഉദ്ഘാടനം നടന്നു. പുതുക്കാട് MLA KK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.